പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്ന മഹത്വത്തെ അങ്ങേയ്ക്ക് നന്ദി പറയും. നിന്റെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചറിയാൻ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറയും. കർത്താവെ, എൻ്റെ നെടുവീർപ്പുകളെ ശ്രദ്ധിക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എൻ്റെ കർത്താവായ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം നീ കേൾക്കണമേ. അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിൽ പാദങ്ങൾക്ക് വിളക്കും പാതയും പ്രകാശവുമായി തീരുവാൻ തക്കവിധം നീ ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച കാരുണ്യവാനായ കർത്താവെ, അങ്ങേയ്ക്ക് നന്ദി പറഞ്ഞ് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിനാൽ നിറഞ്ഞ ശുശ്രൂഷ ചെയ്യുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ തിരുവചനത്തിലൂടെ പ്രിയമുള്ളവരെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദുഷ്ടനെ എതിർക്കരുത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് പഴയ നിയമത്തിൻ്റെ സ്ഥിതിയാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ദുഷ്ടനെ എതിർക്കരുത്. വലത് കർണത്തടിക്കുന്നതിന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വഴക്കിട്ടുകൊണ്ട് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നവന് മേലൊക്കെ കൊടുക്കുക. ഒരു മൈൽ നടക്കുവാൻ നിന്നോട് ആവശ്യപ്പെടുന്നവനോട് 2 മൈൽ ദൂരം പോവുക. റോമൻ പടയാളികൾ ക്രൂരമായി വേദനിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്രകാരം ഒരു കാര്യം കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ചിലപ്പോൾ അവരുടെ പെട്ടികളൊക്കെ ചുമന്നുകൊണ്ട് 1 മൈൽ ദൂരം അവരുടെ കൂടെ ചെല്ലാനായിട്ട് ആവശ്യപ്പെടും. ചിലപ്പോൾ ക്രൂരമായവരെ മർദ്ദിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ കർത്താവിന് നമ്മോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ടാണ്. ദുഷ്ടനെ എതിർത്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിലുള്ള മനസ്സമാധാനവും അതോടൊപ്പം തന്നെ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളും നീ ഒഴിവാക്കി ദൈവ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനും വിളിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അസമാധാനത്തിന് കാരണമാകുന്ന എല്ലാ മേഖലകളെയും വിശുദ്ധീകരിച്ച ദൈവപ്രസാദം നിറഞ്ഞ് ജീവിക്കാൻ ഇന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കലഹവും കലഹത്തിൻ്റെ അന്തരീക്ഷങ്ങളും എടുത്തുമാറ്റി ദൈവകൃപയാൽ നിറഞ്ഞ് സമാധാനമുള്ളൊരു കുടുംബജീവൻ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും എല്ലാ കൃപകളും നൽകി നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ.